നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവൻ ഒരു സ്റ്റുഡൻ്റ് ആണോ ഒരു പ്രോഗ്രാമർ ആണോ എന്നുള്ളത്. ഒരു സ്റ്റുഡൻറ്റ് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് അല്ല, ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിക്കുകയാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, ഫോർ എക്സാമ്പിൾ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിക്കുകയാണ്. അപ്പം ഈ സ്റ്റുഡൻറ്റ് എപ്പോഴും ചിന്തിക്കുക ഇത് എങ്ങനെ ഇൻ്റർവ്യൂവിൽ ചോദിക്കും, ഇൻ്റർവ്യൂവിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ ആൻസർ പറയാമെന്നുള്ളതാണ്. ഈ ആള് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് ജോലിക്ക് കയറണം എന്നുള്ളത് മാത്രം. ഇവൻ്റെ ഒരു പ്രോഗ്രാമിംഗ് കരിയർ എന്ന് പറയുന്നതും അത്രേ ഉണ്ടാവുള്ളൂ. ഇവൻ ആ ജോലിക്ക് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവൻ ഫെഡപ്പായിട്ട് നിർത്തിയിട്ട് പോകും. പക്ഷേ ഒരു ഡെവലപ്പർ ആണെങ്കിൽ ഒരു കൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഇവൻ ആദ്യം ചിന്തിക്കുന്നത് ഇത് റിയൽ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ റിയൽ വേൾഡിൽ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം. ഫോർ ലൂപ്പ്, അതായത് ഒരു സാധനത്തിന് തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി അതായത് ഐട്രേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. ഇത് എനിക്ക് എങ്ങനെ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് എവിടെയാണ് റിയൽ വേൾഡിൽ വരുന്നത്, അവിടെ എവിടെയാണ് എനിക്ക് ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റുക, ഈ രീതിയിലാണ് ഒരു ഡെവലപ്പർ ചിന്തിക്കുക. അവൻ ഉറപ്പായിട്ടും ഇൻ്റർവ്യൂ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യുകയും ചെയ്യും, അവൻ്റെ കരിയർ അടിപൊളിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സോ എപ്പോഴും നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അത് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, റിയൽ പ്രൊജക്റ്റിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങളുടെ കരിയറിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. സോ ഓൾവേസ് തിങ്ക് ഇൻ ദാറ്റ് വേ.